ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടണം. ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കൂടുതലായിരിക്കണം വേണ്ടത്. ഇട്ടിട്ട് നല്ലപോലെ മുഴുകി കൊടുക്കുക. ഓക്കെ. അതിനുശേഷം അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇച്ചിരി കയ്യിൽ ഇടാം. മുറിച്ചെടുത്ത ശേഷം നമ്മുടെ ബാക്കി ഇത് മുളക് ഇടുക. പിന്നെ കോലും ഏലയ്ക്ക് ഒരു ഇതിന് വേണ്ടി എടുത്തിടുക. ഇത് നല്ലപോലെ മുഴുകുന്ന വരെ, നല്ലപോലെ അല്ല, ഒരു കളർ ഇച്ചിരി മാറുന്ന വരെ നല്ലപോലെ ഇളക്കുക. പോസ് ചെയ്തോളൂ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒരു ചെറിയൊരു കളർ മാറിയിട്ടുണ്ട്. നമുക്കിനി സവാള ഇടാം. 4 വലിയത് സവാളയാണെങ്കിൽ 4 വലിയ സവാള, അല്ലെങ്കിൽ മീഡിയം ടൈപ്പ് ആണെങ്കിൽ ഒരു 5 എണ്ണം എടുക്കുക. അതായത് 1 കിലോ 1 ചിക്കന് വേണ്ടി എടുക്കേണ്ടതാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഇതാക്കുക, എന്തുവാ, കളർ മാറുന്നവരെ ആക്കിയെടുക്കുക. ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. സവാള വഴറ്റിയ ശേഷം നമുക്കൊരു മാഗി സ്റ്റോക്ക് ഒരു പീസ് ഇടാവുന്നതാണ്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കറിവേപ്പില ഇടാവുന്നതാണ്. അതിനുശേഷം തക്കാളി ഇടാവുന്നതാണ്. നമ്മുടെ സവാള ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട ശേഷം നമ്മൾ നല്ലപോലെ ഈ തക്കാളി ഒരു സൈഡിലേക്ക് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴണ്ട ശേഷം നമുക്കിത് തക്കാളി ഇതൊന്ന് മിക്സ് ആക്കാവുന്നതാണ്. ഇനി വഴണ്ട ശേഷം മാത്രം മിക്സ് ചെയ്യാം. നമ്മുടെ തക്കാളി ഒരുവിധം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഒന്നിച്ച് മിക്സ് ആക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ആക്കിയ ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ പൊടികളിടാൻ പോവുകയാണ്. അതിന് മുമ്പ് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്കിനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളെപ്പോഴും മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കുറച്ചാണ് ഇടുമ്പോൾ ഇച്ചിരിയേറെ ഇടുക. നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് കുറച്ചേറെ മഞ്ഞൾപ്പൊടി ഇടുക. കുഴപ്പമൊന്നുമില്ല, കളർക്കൊന്നും വരത്തില്ല. അതിനുശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ബാക്കിയുള്ള പൊടികൾ നമ്മൾക്ക് ഇടാവുന്നതാണ്. നമ്മളിനി മസാല ഇടാൻ പോകണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചിക്കൻ മസാല, പിന്നെ 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല കുറച്ച്, ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്ത് നല്ലപോലെ യോജിപ്പിക്കുക. വരണ്ട് വന്ന ശേഷം നമുക്ക് മല്ലിയില ചേർക്കാവുന്നതാണ്. കുറച്ച് മല്ലിയില ചേർത്ത് നല്ലപോലെ വഴറ്റുക. വഴറ്റിയ ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. മാഗ്നേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി ഗരം മസാല, പിന്നെ ഇച്ചിരി മുളക് പൊടി, ഉപ്പ്, എന്നിട്ട് മാഗ്നേറ്റ് ചെയ്തത് നമ്മൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യുക. ഞാൻ ഇന്നലെ എടുത്ത് വെച്ചാണ്, ഫ്രീസർ വെച്ചാണ്. അന്നേരം നമുക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും ഇന്നലെ ഇത് ഉണ്ടാക്കുമ്പോൾ. ഇത് നമ്മൾ ഇതിനകത്ത് നല്ലപോലെ യോജിപ്പിക്കുക. നല്ലപോലെ ചിക്കൻ നല്ലപോലെ നമ്മുടെ ഗ്രേവിയൊക്കെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. ഇത് നമ്മൾ ചിക്കൻ ഡ്രൈ ആയിട്ട് ഇത് നമ്മൾ ചിക്കൻ മസാല ടൈപ്പിലാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതല്ലാതെ നമുക്ക് വേറൊരു കാര്യം കുറച്ച് ഈ രീതിയിൽ ചെയ്ത് തന്ന ശേഷം ഒരു 60% കുക്ക് ചെയ്ത ശേഷം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഇതിപ്പം നമുക്ക് ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ എന്ത് വേണമെങ്കിലും ചപ്പാത്തിയുടെ കൂടെ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇത് വേണ്ട ശേഷം നമ്മൾ ചെറിയ വെള്ളം ഒഴിക്കാൻ പാടില്ല, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 20 മണിക്കൂർ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കും. അതായത് നമുക്ക് ബിരിയാണി ആക്കണമെങ്കിൽ ഇതേ ടൈപ്പ് തന്നെ ഇത് തന്നെ നമ്മൾ ഒരു 60-70% വേവിച്ച ശേഷം ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലപോലെ വെന്ത ശേഷം നമുക്ക് ബിരിയാണി റൈസ്, ഞാനിത് ബിരിയാണിയിലോട്ട് മാറ്റിയാണ്, നമുക്ക് ബിരിയാണിയിലോട്ട് കാണാം.